ശരൽകുമാർ പോരി അല്ല ആൽക്കുമാർ അല്ല ശരൽകുമാർ ആ ചർച്ച തുടങ്ങിയല്ലേ ഉള്ളൂ ആ ചർച്ച അപ്പോൾ ബ്രേക്കിന് മുമ്പ് കണ്ടത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തരത്തിൽ എന്തെങ്കിലും ദേഷ്യവും വൈരാഗ്യമല്ല, അത് പുതുപ്പള്ളിയിലെ പോരാട്ട ചൂട് വീറും വാശിയും കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചർച്ചകൾ തുടരുകയാണ്. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ശരൽകുമാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. മീനാക്ഷി സമം ഓസി അതിനടക്കം മറുപടി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇവിടെ CPM ആദ്യം അല്ലെങ്കിൽ LDF ആദ്യം കൃത്യം വികസനം ചർച്ച ചെയ്യാം എന്ന അജണ്ട സെറ്റ് ചെയ്തു. നിങ്ങൾ കൃത്യമായി ഓരോരുത്തർ അതിൽ പോയി വീണു. ഈ ദിവസം താങ്കളടക്കം ഇന്ന് മറ്റേ വൈറോള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്നും പോയി വീഡിയോ ചെയ്യുന്നു, ആ പാലത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ LDF ഉണ്ടാക്കിയ അജണ്ടയിൽ പോയി വീഴുകയായിരുന്നില്ലേ താങ്കളടക്കമുള്ള UDF നേതാക്കൾ? വിശദമായി സമയം തരണം. ആദ്യമേ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളൂ, നമുക്ക് പരമാവധി നിശബ്ദരായിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ അനിൽകുമാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അദ്ദേഹം ചർച്ച അവസാനിപ്പിക്കുക ഒരു കാരണം നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ആ കാരണം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ചില പേരുകളുടെ ചുരുക്കപ്പേരൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ ചോദ്യം, ഹൂ ഈസ് ദിസ് PV? പന്ന വൃത്തികെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണോ PV എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ആ PV എന്താണ് എന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി താങ്കൾ PV എന്ന് വിളിക്കുന്നില്ലായിരിക്കും, അത് താങ്കൾക്ക് അത്രേ സ്വാതന്ത്ര്യമുള്ളൂ. കർത്തയ്ക്ക് അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് PV എന്ന് വിളിക്കും. അതിപ്പോ സ്വപ്ന എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? അത് അവരുടെ സൗകര്യവും ബന്ധവും അനുസരിച്ച് ഓരോരുത്തരും അവരവർക്ക് സൗകര്യമുള്ളതുപോലെ സ്നേഹത്തിൽ ഓരോ വാക്കുകൾ വിളിക്കും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. താങ്കൾ ഒരു മീനാക്ഷിയുമായിട്ട് വന്നല്ലോ. മീനാക്ഷി വിജയനാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരിക്കും എന്താണ് മീനാക്ഷിക്ക് ഈ വിഷയത്തിനകത്തുള്ള പങ്ക് എന്ന്. ഇത് മീനാക്ഷി അല്ല സാർ, ഇത് വീണയാണ് സാർ, വീണ വിജയനാണ് സാർ. ആ വീണ വിജയൻ എന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. നിങ്ങളുടെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടങ്കയും വലങ്കയും ചങ്കുമായിരുന്ന ശിവശങ്കറിന്റെ കഴിഞ്ഞ ദിവസം ആരെയും കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ജയിലിൽ നിന്ന് കഴുത്തിലൊരു കോളർ, കയ്യിലൊരു ബാൻഡേഡ്, നടുവിലൊരു ബാൻഡേഡായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടല്ല സാർ. പിന്നെ താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നില്ലേ, അപ്പൊ പിണറായി വിജയനെയും വേട്ടയാടുന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളൻ പാക്കറിനുണ്ട്. അവൻ തേങ്ങാമോഷണ കേസിൽ പിടിയിലായപ്പോൾ അവൻ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് മഹാത്മാഗാന്ധിയും ജയിലിൽ പോയിട്ടുണ്ട്, ഞാനും ജയിലിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള അല്പത്തരമാണ് സാർ. നിങ്ങളുടെ കേസ് അതല്ല സാർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ 1.72 crore വീണ വിജയന്റെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പോലും അതിൽ തർക്കിക്കുന്നില്ലല്ലോ. അങ്ങ് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ ദിവസം ഈ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തുടങ്ങി വെച്ച കീഴ്വഴക്കമാണ്. അതായത് ഉത്തരം മുട്ടുന്ന ചോദ്യം വരുമ്പോൾ എഴുന്നേറ്റ് പോവുക. നേരത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത് സമയമായി എന്ന് പറയുകയായിരുന്നു. ഇതിപ്പോ 7 മണി വാർത്താ സമ്മേളനം അല്ലാത്തതുകൊണ്ട് സമയം ഇവരാ നിശ്ചയിക്കുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ചോദ്യം ലളിതമാണ് സാർ. 1.72 കോടി രൂപ നിങ്ങളുടെ വീണ വിജയന്റെ കമ്പനിയിലേക്ക് വന്നു. ആ കമ്പനിയിലേക്ക് വന്നപ്പോൾ തിരിച്ചു കൊടുത്ത സേവനം എന്താണ്? അതിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞത്? MS ഓഫീസ് ഉണ്ട്. MS ഓഫീസ് എന്ന് പറഞ്ഞ 7 നില വലിയ കെട്ടിടമാണ്. അതിനകത്ത് ലിഫ്റ്റ് വെക്കണം. അത് തറ തൂത്തുവാരാനായിട്ട് എല്ലാ ദിവസവും 3-4 ജീവനക്കാരെ നിർത്തണം. ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സാർ. നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസർ, ആ വില്ലേജ് ഓഫീസർ അങ്ങേറ്റം കൊള്ളരുതാത്തവനും അഴിമതിക്കാരനും വൃത്തികെട്ടവനുമാണെന്ന് വിചാരിക്കുക. അയാളുടെ അടുത്തേക്ക് ഒരാൾ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ഇത്തിരി വഴിവിട്ട സേവനമായിക്കോട്ടെ. ആ സേവനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, നിരന്തരമായി ചെല്ലുമ്പോൾ അയാൾ അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ചെല്ലുന്നാൾ, സേവനം ചോദിച്ച് ചെല്ലുന്നാൾ വില്ലേജ് ഓഫീസറോട് പറയുന്നു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ മകൾക്ക് അപ്പുറത്തൊരു ഏർമാടക്കടയുണ്ടല്ലോ, നാട്ടിൽ ലഭ്യമാകുന്ന ഏറ്റവും വൃത്തികെട്ട നാരങ്ങ വെള്ളമാണ് ആ കടയിൽ നിന്ന് കിട്ടുന്നത്. ആ നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അവരുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു 5000 രൂപ ഇട്ട് കൊടുക്കും. നമുക്കറിയാം നാരങ്ങ വെള്ളത്തിന് നമ്മുടെ നാട്ടിൽ 15 രൂപ വിലയുള്ളൂ. 5000 രൂപ ഇട്ട് കൊടുക്കാമെന്ന് പറയും. ആ 5000 രൂപ ഇട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ സേവനം അവർക്ക് ലഭ്യമാകുന്നു.
അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ഈ 5000 രൂപ നാരങ്ങാ വെള്ളത്തിന്റെ പ്രതിഫലമായി കിട്ടുകയും ചെയ്തു. അപ്പോ ഇത് ആളുകൾ കണ്ടെത്തി കഴിയുമ്പോൾ ഉടനെ പറയുക, അയ്യോ 5000 രൂപ ഞാൻ നാരങ്ങാ വെള്ളത്തിന് വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു, അതിന് ടാക്സ് വേണമെങ്കിൽ ഞാൻ അടച്ചേക്കാം. ടാക്സ് ഓഫീസിലും കയറി അഭിനയിച്ചു തുടങ്ങിയോ? ചാനൽ കഴുകന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. ആയിരിക്കും സാർ, എനിക്ക് ഒന്നേ അറിയാനുള്ളൂ, ഞാൻ പണവും ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഇത്ര കൃത്യമായിട്ട് ആരാണ് പറഞ്ഞു തന്നത് എന്ന് പറയുന്നത് യുക്തഭദ്രമാണോ? അത് ടാക്സിന്റെ മാത്രം ഇഷ്യൂ ആണോ? ശരി, ശരി, ആ ശരി. കാര്യം നടപ്പിലാക്കാൻ ശരി. വേണ്ടിയിട്ടാണ് ഓക്കേ, ഡൺ, ഡൺ. 15 രൂപ വിലയുള്ള നാരങ്ങാ വെള്ളം നിങ്ങൾ 5000 രൂപയ്ക്ക് ആ ഒരു വൃത്തിയും വീറുമില്ലാത്ത കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയത്. അതാണ് സാർ വിഷയം. ഈ നാട്ടിലെ സാധാരണക്കാരൻ അറിയുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഏതോ ഒരു മീനാക്ഷിയെ ആരോ കണ്ണിറുക്കി കാണിച്ചു എന്നുള്ള വികലമായ മറുപടികളും ഇറങ്ങിപ്പോക്കുമല്ല സാർ ആവശ്യം. ശരി, ഞങ്ങൾക്ക് ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ.